രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചു. ഇന്ന് കാര്യമായിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അത് പുഴുങ്ങി. പിന്നെ കുറച്ച് മുട്ടയും പുഴുങ്ങി. അതുകൊണ്ട് ജോലി എളുപ്പമായി. പുഴുങ്ങിയെടുത്ത മുട്ട പൊളിച്ച് കുറച്ച് കുരുമുളകും ഉപ്പും കൂട്ടി അതിലൊരെണ്ണം കഴിച്ചു. ഒരു ഏത്തപ്പഴവും കഴിച്ചു. കുരുമുളകും ഉപ്പും മുട്ടയുമായി നല്ല കോമ്പിനേഷനാണ്. പെട്ടെന്ന് തന്നെ രാവിലെ പണി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലും കൂടെ നമ്മൾ കുടിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ രാവിലത്തെ ജോലിയും കുറഞ്ഞിരിക്കും, ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി. അതുകൊണ്ട് എളുപ്പം തന്നെ ഉച്ചക്കത്തേക്കുള്ള ഊണിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. ഇന്ന് നമുക്ക് കിട്ടിയത് ഈ കണ്ണിയിലയാണ്. രാവിലെ തന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് ഫ്രൈ ആക്കണം, ബാക്കി നമുക്കൊരു തോരനും വെക്കാമെന്ന് വിചാരിച്ചു. കൂടെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ കറി വെക്കാനുണ്ട്. അങ്ങനെ മീനെല്ലാം നമ്മൾ ക്ലീൻ ആക്കി എടുത്തു. ഫ്രൈ ആക്കാനുള്ള മീൻ നമ്മൾ വരഞ്ഞെടുത്തു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം പെരുംജീരകത്തിൻ്റെ പൊടി ഇവ നമ്മൾ ചേർത്ത് കൊടുത്തു. ഉപ്പും ഒരു 1/4 സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തു. അരമണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഈ സമയം കൊണ്ട് നമ്മൾ തേങ്ങയും പച്ചമുളകും ഇഞ്ചി ചുവന്നുള്ളി എല്ലാം ചതച്ചിട്ട് മീൻ തോരൻ വെച്ചു. അപ്പോഴേക്കും ഫ്രൈ ചെയ്യാനുള്ള മീനിൻ്റെ എല്ലാം മസാലയെല്ലാം പിടിച്ച് റെഡിയായി. പിന്നെ നമ്മളതൊരു വാഴയില വെച്ച് അതിൽ വെച്ചാണ് നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുന്നത്. നമ്മൾ ലേശം പോലും വെളിച്ചെണ്ണ ഇതിൽ ചേർക്കാറില്ല. അങ്ങനെ നമ്മുടെ മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വൻപയർ മെഴുക്കുവരട്ടിയാണ് വെച്ചത്. മസാലപ്പൊടി, കുരുമുളക് ഇവയൊക്കെ ചേർത്ത് ലൈറ്റായിട്ടൊരു മെഴുക്കുവരട്ടി വെച്ചു. അപ്പോഴേക്കും ഉച്ചയൂണിനുള്ള സമയമായി. പിന്നെ ചോറെടുത്തു. നല്ല ചൂടോടെ തന്നെ നമ്മുടെ കുത്തിരിച്ചോറെടുത്തു. പിന്നെ നമ്മളെ മുരിങ്ങയ്ക്ക, തക്കാളി ഇവ ചേർത്തുണ്ടാക്കിയ തീയലെടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ മീൻ തോരൻ എടുത്തു. പിന്നെ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. വൻപയറാണ് നമ്മൾ മെഴുക്കുവരട്ടി വെച്ചത്. സവോള ഉള്ളിയൊന്നും നമ്മളിതിൽ ചേർത്തിരുന്നില്ല. നമ്മൾ വെളുത്തുള്ളി, മുളക് പൊടി, കുരുമുളക് പൊടി, ലേശം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്താണ് നമ്മൾ വൻപയർ മെഴുക്കുവരട്ടി വെച്ചത്. പിന്നെ എന്നത്തേം പോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നമ്മുടെ പുളിയില്ലാത്ത കട്ടത്തൈരും എടുത്തിരുന്നു. എണ്ണ ചേർക്കാതെ പൊള്ളിച്ചെടുത്ത നമ്മുടെ മീൻ ഫ്രൈയും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ